എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് രാഹുസമയമാണിപ്പം. രാഹുകാലത്തിൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്ത് മുഹൂർത്തം ചെയ്താലും അത് രാഹുകാലമല്ലേ, രാഹുകാലത്താണോ അത് ചെയ്തത് എന്ന് നമ്മുടെ പരിസരത്തുള്ളവരെങ്കിലും നമ്മളോട് ചോദിച്ചിരിക്കും. അപ്പോൾ എന്താണ് ഈ രാഹുകാലം? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ രാഹുകാലം ഉദയത്തെ അടിസ്ഥാനമാക്കിയാണ് രാഹുകാലം ഗണിച്ച് കണ്ടുപിടിക്കുക. എന്നിരുന്നാലും നമ്മൾ പൊതുവെ തിങ്കളാഴ്ച 7:30 മുതൽ 9 മണി വരെയും, ശനിയാഴ്ച 9 മുതൽ 10:30 വരെയും, വെള്ളിയാഴ്ച 10:30 തൊട്ട് 12 മണി വരെയും ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ രാഹുകാല സമയത്തെ കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ 7:30 തൊട്ട് 9 മണി വരെയുള്ള സമയം രാഹുകാലമാണ്. ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ മാത്രം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ രാഹു സമയത്ത് ശുഭകാര്യങ്ങൾ വർജിക്കണം എന്ന് പറയുന്നത്? ഈ രാഹു സമയം നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. അതെല്ലാ ദിവസവും, അതായത് തിങ്കളാഴ്ച ഈ പറഞ്ഞ 7:30 തൊട്ട് 9, ശനിയാഴ്ച 10:30 വരെ, 9 തൊട്ട് 10:30 വരെ, വെള്ളിയാഴ്ച 10:30 തൊട്ട് 12 മണി വരെ 1.5 മണിക്കൂറാണ് രാഹു സമയമായിട്ട് നമ്മൾ പറയാറ്. ഈ രാഹു സമയത്ത് പ്രധാനമായിട്ടും യാത്ര പുറപ്പെടുന്നത്, നമ്മുടെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ദൂരദേശത്തേക്കുള്ള യാത്ര രാഹുകാലം വർജിക്കേണ്ടത് തന്നെയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്റ്റാർട്ടിങ് എനർജി കുറവായിരിക്കുന്ന ഒരു സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശുഭകാര്യങ്ങൾ, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ രാഹുകാലത്ത് ആരംഭിക്കരുതെന്ന് തന്നെയാണ്. അതായത് ഇത് ഓരോ ദിവസങ്ങളിൽ ഈ പറഞ്ഞ സമയത്ത് ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നമ്മൾ കഴിയാവുന്നത് ഒഴിവാക്കുക. നമ്മൾ അങ്ങോട്ട് കടം കൊടുക്കുന്നതോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നത് ഒഴിവാക്കുക. ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലി തുടർന്ന് പോകുന്നത് രാഹുസമയം ഒരിക്കലും വർജിക്കേണ്ടതോ ഇല്ലെങ്കിൽ ദോഷവുമല്ല. ഇപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ രാഹുസമയമാണെന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്നാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ ഗൃഹനിർമ്മാണത്തിൻ്റെതായ കാര്യങ്ങൾ ആരംഭിക്കുക, പുതിയ സ്ഥാപനം ആരംഭിക്കുക, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിച്ചു വയ്ക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ശുഭമായിട്ടുണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രാഹു സമയത്ത് കഴിയാവുന്നത് ഒഴിവാക്കുക. എന്നാൽ സ്ഥിരാർജിതമായിരിക്കുന്ന, അതായത് നിശ്ചലമായിരിക്കുന്ന, സ്ഥിരമായിട്ട് നിൽക്കേണ്ടതായ കാര്യങ്ങളൊക്കെ രാഹു സമയത്ത് ചെയ്യാവുന്നതും കൂടിയാണ്. ഈ രാഹു സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, രാഹു സമയത്ത് പ്രാർത്ഥന, ജപം ഇവ തുടങ്ങുന്നതിന് ഏറ്റവും ഉത്തമമാണ്. ഇരട്ടി ബലമെന്നാണ് രാഹു സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം പുതിയ സംരംഭങ്ങളുടെ ആരംഭത്തിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതിന് രാഹു സമയം ഏറ്റവും നല്ലതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസങ്ങളും വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് മധ്യാഹ്നത്തിന് ശേഷം ആ സമയത്തൊന്നും പ്രാർത്ഥനയില്ല. എല്ലാ രാഹു സമയത്തും പ്രാർത്ഥന വേണമെന്നല്ല. കഴിയാവുന്നത് തിങ്കൾ, ശനി, വെള്ളി തുടങ്ങിയ സമയങ്ങളിൽ ഈ രാഹു സമയത്ത് ഗൃഹത്തിലോ ക്ഷേത്രത്തിലോ നാരങ്ങാദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പ്രധാനമായും ജാതകത്തിൽ കാളസർപ്പദോഷമുള്ളവർ, രാഹു അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവൻ, രാഹു ദശാകാലം ഉള്ളവർ, അതായത് പ്രധാനമായിട്ടും മകയിരം, ചിത്തിര, വിട്ടം ഈ നക്ഷത്രക്കാർക്ക് പ്രധാന വിദ്യാഭ്യാസ സമയം മൊത്തം രാഹു ദശാകാലമായിരിക്കും. അപ്പോൾ ഈ നക്ഷത്രക്കാരും ജാതകവശാൽ ജാതകത്തിൽ രാഹുർദശ അനുഭവിക്കുന്നവരും ചാരവശാൽ രാഹു അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ ഈ സമയങ്ങളിൽ ക്ഷേത്രത്തിൽ നാരങ്ങാദീപം തെളിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഇല്ലെങ്കിൽ രാഹുർദോഷം അനുഭവിക്കുന്നവരുടെ ദശാദോഷങ്ങളൊക്കെ നീങ്ങി അവരുടെ ജീവിതത്തിലെ ഗുണവർദ്ധനവിന് ഏറ്റവും ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് രാഹു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഹു സമയത്ത് പ്രാർത്ഥനകൾ നടത്തുന്നതും വിശേഷമായിട്ട് ജപങ്ങളൊക്കെ ആരംഭിക്കുന്നതും ഏറ്റവും ഉത്തമഫലം നൽകും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വഴിപാട് കഴിക്കുന്നതിനും ഈ സമയം ഏറ്റവും ഉത്തമമാണ്. കൈവശ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യുന്നതിനും രാഹു സമയം ഏറ്റവും ഉത്തമമാണ്. ഇപ്പോൾ രാഹു സമയം എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും വർജിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഒരു സ്റ്റാർട്ടിങ് എനർജി കുറഞ്ഞിട്ടുള്ള സമയം എന്നതായതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് യാത്ര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. യാത്ര ആരംഭിക്കുന്നത് ഒഴിവാക്കുക എന്നാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒഴിവാക്കിക്കൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതിനും നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറുന്നതിനും
രാഹുദോഷങ്ങളും കാലസർപ്പദോഷങ്ങളൊക്കെ മാറി ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് നാരങ്ങയ്ക്കകത്ത് നെയ്ദീപം തെളിച്ച് വീടിൻ്റെ പ്രധാന 4 ദിക്കുകളിലും വെക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആ വീടിൻ്റെ നെഗറ്റീവ് എനർജി മാറാനും ഈ രാഹു സമയം എന്ന് പറയുന്നത് മൈനസ് എനർജി ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ ഗൃഹത്തിൻ്റെ 4 ദിക്കുകളിലും ഓരോ നാരങ്ങ ദീപം നെയ്ത്തിരിയിൽ വെച്ച് വീടിൻ്റെ പുറത്ത് മുറ്റത്തായിട്ട് 4 ദിക്കിലും തെളിച്ച് വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതിന് പ്രധാനമായിട്ട് സ്വീകരിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച 9 മണി കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. ശനിയാഴ്ച 9 മണിക്ക് രാഹുകാലം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9 മണിക്ക് ശേഷമുള്ള സമയം വീടിൻ്റെ 4 ദിക്കുകളിൽ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നാരങ്ങാദീപം നെയ്യൊഴിച്ച് തെളിച്ച് വയ്ക്കുക. നെയ്യ് തിരിക്കകത്തൊന്ന് മുക്കിയിട്ട് കത്തിച്ചാലും മതി. നമുക്ക് പെട്ടെന്ന് തന്നെ വീടിൽ നിൽക്കുന്ന നെഗറ്റീവ് മാറുന്നതിനും അവിടെ താമസിക്കുന്നവർക്ക് ആരോഗ്യാദി അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും മനോസന്തോഷം വരുന്നതിനും ഉപകരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ.